بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله تحفة المحتاج രണ്ടാം വാള്യം പേജ് 28. റുക്കൂഇന്റെ പരിധിയിലേക്ക് എത്തുന്ന രൂപത്തിൽ കുനിഞ്ഞുകൊണ്ട് ഒരാൾക്ക് സുന്നത്ത് നിസ്കരിക്കുകയും ആ കുനിയുന്ന സന്ദർഭത്തിൽ അവന് ഫാത്തിഹ ഓതുകയും ചെയ്യാം എന്നാണ് നാം കഴിഞ്ഞ ഭാഗങ്ങളിൽ മനസ്സിലാക്കിയത്. അങ്ങനെയുള്ളവൻ റുക്കൂഇലേക്ക് പോകുമ്പോൾ അല്പം കൂടി കൂടുതൽ കുനിഞ്ഞാൽ മതി എന്നാണ് ശാരിഹ് ബലപ്പെടുത്തുന്നത്. അതല്ല, ആ രൂപത്തിൽ തന്നെ നിന്ന് തുമഅനീനത്ത് വർദ്ധിപ്പിച്ചാൽ മതി റുക്കൂഇനെ കരുതിയിട്ട് എന്നും ഒരഭിപ്രായമുണ്ട്. ആദ്യം പറഞ്ഞ ആ അഭിപ്രായത്തെ ശാരിഹ് ബലപ്പെടുത്തുന്നതിന് ഒരു മസ്അല കൂടി തെളിവായി പറയുകയാണ്. വബഅദുഹും, ചില പണ്ഡിതന്മാർ, അഫ്ത, അവർ ഫത്വ നൽകിയിരിക്കുന്നു, ഫീ ഖാഇദിൻ, ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ കാര്യത്തിൽ, ഇൻഹന അനിൽ ഖുഊദി, ആ ഇരുന്ന് നിസ്കരിക്കുന്നവൻ ഖുഊദ്, ഇരുത്തത്തെ തൊട്ട് അവൻ കുനിഞ്ഞു പോയിരിക്കുന്നു, ബിഹൈസു ലാ യുസമ്മ ഖായിദൻ, ഖായിദ് എന്ന് പറയപ്പെടാത്ത വിധം ഒരാൾ കുനിഞ്ഞു പോയിട്ടാണ് നിസ്കരിക്കുന്നത്. അവനെക്കുറിച്ച് ഖായിദ് എന്ന് പറയില്ല. പക്ഷേ നമ്മൾ നേരത്തെ തുഫയുടെ 21-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്, വയുഖാസു ബിദാലിക മാ ലൗ സാല ഇസ്മുൽ ഖുഊദിൽ വാജിബി ബിഅൻ യസ്വീറ കറാഖീൻ. ഖുഊദ് എന്ന് പേര് പറയാത്ത ഒരു രൂപം, അഥവാ അഖല്ലുർ റുക്കൂഇലേക്ക്, ഖായിദിന്റെ അഖല്ലുർ റുക്കൂഇലേക്ക് എത്തുന്ന രൂപത്തിൽ ഒരാൾ കുനിഞ്ഞു പോയാൽ ആ രൂപം സ്വഹിയാവില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തെക്കുറിച്ചാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഖുഊദിന് അസാധ്യമാണ്. അസാധ്യമാണെങ്കിൽ പിന്നെ ഖായിദിന്റെ റുക്കൂഅ് പോലെ കുനിഞ്ഞ രൂപത്തിലേ ഖുഊദ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആജിസിനെ കുറിച്ചാണ് ഈ മസ്അല എന്ന് മനസ്സിലാക്കണം. അവിടെ ചില പണ്ഡിതന്മാർ ഫത്വ നൽകി, അന്നഹു യസ്ഹിഹു, അത് സ്വഹിയാകും. അങ്ങനെ ഖായിദ് എന്ന് പേര് പറയാത്ത രൂപത്തിൽ ആ വിധം കണ്ട് ഖുഊദിനെ തൊട്ട് കുനിഞ്ഞ ഇരുന്ന് നിസ്കരിക്കുന്ന ആളുടെ ഇരുത്തം നിസ്കാരം സ്വഹിയാകും. വയസീദു ഇൻഹിനാഅൻ ലിർറുകൂഇ, റുക്കൂഇന് വേണ്ടി അവൻ കുനിയൽ വർദ്ധിപ്പിക്കുകയും വേണം. ബിഹൈസു ലാ യബ്ലഗു മസ്ജദഹു, സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താത്ത സ്ഥിതി കണ്ട് റുക്കൂഇലേക്ക് കുനിയൽ വർദ്ധിപ്പിക്കണം എന്ന് അവിടെ ചില പണ്ഡിതന്മാർ ഫത്വ നൽകിയിരിക്കുന്നു. ഇത് ആജിസിനെ കുറിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഖാദിറായ ഒരാൾക്ക് ഇത് സ്വഹിയാവില്ല എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ശാരിഹ് പറയുന്നു, വഹുവ സ്വരീഹുൻ, ഈ മസ്അലയിൽ ഇവർ ഫത്വ കൊടുത്തത് വ്യക്തമാണ്. ഫീമാ ഖയ്യത്തു ബിഹി മാമറ, നമ്മൾ നേരത്തെ പറഞ്ഞതിന് ഞാൻ കൊടുത്ത ഖൈദ് എന്താണ്? ഞാൻ കൊടുത്തത്, റുക്കൂ ചെയ്യുന്ന സമയത്ത് റുക്കൂ എണ്ണപ്പെടണമെങ്കിൽ ഫാത്തിഹ ഓതി തീർന്ന ശേഷം കുനിയൽ വർദ്ധിപ്പിച്ചാൽ മതി എന്ന ആ ഖൈദിൽ വ്യക്തമാണിത്. വഅ്തിറാദുഹു, എന്നാൽ
എന്നാൽ ഈ പറഞ്ഞ ഫത്വയെ നിരൂപിക്കൽ ബി ഖൗലിഹിം, വേറെ ചില പണ്ഡിതന്മാർ അവരുടെ ഖൗല് കൊണ്ട് നിരൂപിച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ ഖൗല്? അന്നൽ മുൽത്തജിഅ യർതഫിഉ ലിർറുകൂഇ കഖായിദിൻ, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ റുക്കൂ ചെയ്യാൻ വേണ്ടി അവൻ ഉയരണം. ഖായിദിനെ പോലെ ഉയരണം, എന്നിട്ടാണ് റുക്കൂ ചെയ്യേണ്ടത് എന്ന ആ ഖൗലുകൊണ്ട് ഈ പറഞ്ഞ ഫത്വയെ നിരൂപിക്കലാകുന്നത് ഇഅ്തിറാദ് ചെയ്യൽ, അതായത് അവിടെ കുനിച്ചിൽ വർദ്ധിപ്പിച്ചാൽ പോരാ, എഴുന്നേറ്റ് നിന്നുകൊണ്ട് രണ്ടാമതൊന്നുകൂടി റുക്കൂവിലേക്ക് പോകുന്നത് പോലെ ചെയ്യണം എന്നാണ് ഈ പറഞ്ഞ ഖൗലുകൊണ്ട് വരുന്നത്. ആ രൂപത്തിൽ ഇഅ്തിറാദ് ചെയ്യൽ യുറദ്ദു, അതിനെ ഗണ്ണിക്കപ്പെടും. ബി അന്നഹു ലാ യുംകിനു ഹുന അർറുകൂഉ, ഇവിടെ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്ന രൂപത്തിൽ സൗകര്യപ്പെടുകയില്ലല്ലോ. റുക്കൂ സൗകര്യപ്പെടൂലല്ലോ. മിമ്മാ ഹുവ ഫീഹി, അവൻ ഉള്ള ആ അവസ്ഥയിൽ നിന്ന്, അഥവാ ചെരിഞ്ഞു കിടന്നുകൊണ്ട് റുക്കൂ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഉയരണം എന്ന് പറഞ്ഞത്. ഫലസിമഹു, അപ്പോൾ ആ മുൽത്തജിഇന് നിർബന്ധമായതാണ്, അൽ ഇർതിഫാഉ, ഉയരൽ നിർബന്ധമായതാണ്, ഇലൽ മർത്തബത്തില്ലത്തി ഖബലഹു, ഇൽത്തിജായിന്റെ തൊട്ട് മുമ്പുള്ള മർത്തബയിലേക്ക് അഥവാ ഇരുത്തത്തിലേക്ക് ഉയരൽ നിർബന്ധമായതാണ്. എന്നിട്ട് സുമ്മർ റുക്കൂ ഫീഹ, ആ മർത്തബയിൽ നിന്ന് റുക്കൂ പോവലുമാണ് നിർബന്ധമായത്. ബിഖിലാഫിഹി ഫീ മസ്അലത്തിന, എന്നാൽ നമ്മുടെ മസ്അലയിലുള്ള മുസല്ലി നിസ്കരിക്കുന്നവൻ അങ്ങനെയല്ല. നമ്മുടെ മസ്അലയിൽ എന്ന് പറഞ്ഞാൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുകയാണ്, ഇരിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അല്പം കുനിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ റുക്കൂവിന് വേണ്ടി കുറച്ചുകൂടി കൂടുതൽ കുനിഞ്ഞാൽ മതി എന്നത് തന്നെയാണ്, അല്ലാതെ അവൻ നിവർന്നു നിന്നുകൊണ്ട് രണ്ടാമത് റുക്കൂവിലേക്ക് പോകണം എന്നല്ല മനസ്സിലാക്കേണ്ടത്. വബഅ്ലുഹും, ചില പണ്ഡിതന്മാർ ജവ്വസ, അവർ ജായിസാക്കിയിരിക്കുന്നു, ലിമുരീദി സജദത്തി തിലാവത്തി, തിലാവത്തിന്റെ സുജൂദ് ഉദ്ദേശിച്ചവന്, ഫിന്നഫിലി, സുന്നത്ത് നിസ്കരിക്കുമ്പോൾ തിലാവത്തിന്റെ സുജൂദ് ഉദ്ദേശിച്ച് ഒരാൾ സുജൂദിലേക്ക് പോവുകയാണ്, കുനിഞ്ഞുകൊണ്ട് പോവുകയാണ്, അവന് ജായിസാക്കി ഖിറാഅത്തുൽ ഫാത്തിഹത്തി ഫി ഹുവിയിഹി, അവൻ സുജൂദിലേക്ക് കുനിയുമ്പോൾ ഫാത്തിഹ ഓതൽ ജായിസാക്കി, ഇലാ വുസൂലിൽ സുജൂദി, സുജൂദിലേക്ക് ചേരുന്നതുവരെ ഫാത്തിഹ ഓതൽ ജായിസാക്കിയിരിക്കുന്നു. അപ്പൊ സുന്നത്ത് നിസ്കരിക്കുന്നവന് കുനിയുന്ന സമയത്തും ഫാത്തിഹ ഓതാം എന്ന് അവിടെ ചില മഹാന്മാർ ജായിസാക്കിയിരിക്കുന്നു. ഈ മസ്അലയെ നമ്മൾ തസ്വീറാക്കേണ്ടത്, അഥവാ തിലാവത്തിന്റെ സുജൂദ് ഫാത്തിഹയിൽ വരാൻ സാധ്യതയല്ലല്ലോ, പിന്നെ എങ്ങനെ ഇവിടെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്ന ആൾ ഫാത്തിഹ ഓതുന്നൊരു രൂപം ഉണ്ടാകുക എന്ന് സംശയിക്കേണ്ടതില്ല. അവിടെ ശാരിഹികൾ വിശദീകരിക്കുന്നുണ്ട്, ഹാഷിയയിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്, തിലാവത്തിന്റെ സുജൂദിലേക്ക് പോകാൻ നേരത്താണ് ഫാത്തിഹ ഓതിയിട്ടുണ്ടോ ഇല്ലേ എന്നൊരാൾക്ക് സംശയം വന്നത്. അങ്ങനെയുള്ള ഒരാൾ ഫാത്തിഹ ഓതുകയാണ്. അപ്പൊ ഈ പോക്കിൽ തന്നെ ഇത് തിലാവത്തിന്റെ സുജൂദിലേക്കുള്ള കുരിയലിൽ തന്നെ അവന് ഫാത്തിഹ ഓതാം, ആ സുജൂദിലേക്ക് എത്തുന്നത് വരെ ഫാത്തിഹ ഓതാം എന്നാണ് ഈ മസ്അലയെ തസ്വീറാക്കിയത്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.